കോൺഗ്രസ് തന്നെ ഇത്തരത്തിലുള്ള ഡീലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗുരുവായൂരിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാവ് പരസ്യമായി പറഞ്ഞത് 2021 ഡീലിനെ കുറിച്ചാണ്. അദ്ദേഹമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത UDFൻ്റെ നേതാവ്. അദ്ദേഹം പറഞ്ഞത് BJPയും മുസ്ലിം ലീഗും തമ്മിൽ ഗുരുവായൂരിൽ 2021 ഡീലുണ്ടാക്കിയെന്നാണ്. 60 ബൂത്തുകളിൽ BJPയുടെ പ്രവർത്തകന്മാർക്ക് കാശ് കൊടുക്കാനായി 40 ലക്ഷം രൂപ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് താൻ കൂടി പങ്കാളിത്തം വഹിച്ച UDF BJP ഡീലിനെ കുറിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നത് ഇടതുപക്ഷ നേതാക്കൾക്കല്ല, UDF നേതാക്കൾക്കാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തെ, തത്വദീക്ഷിയില്ലാത്ത ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. ഇടതുപക്ഷം സുവ്യക്തമായ ഒരു നയവും നിലപാടുമാണ് സ്വീകരിക്കുന്നത്. മതനിരപേക്ഷ വികസിത കേരളം, ഇതാണ് ഇടതുപക്ഷം ജനങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മതനിരപേക്ഷ കേരളത്തിൽ ഒരു വികസിത സംസ്ഥാനമാക്കി, രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ ഇവിടെ വന്ന് അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കലക്ടർ ജനറൽ നൽകിയിട്ടുള്ളൊരു സർക്കുലറാണിത്. ഈ സർക്കുലറിൽ വലിയ കട്ടൗട്ട്, പരസ്യ ബോർഡുകൾ എന്നിവ GOMS 6/2016-53-2/2016 പ്രകാരം കേരള സ്റ്റേറ്റ് പോളിസി ഓൺ ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് എന്നത് സംബന്ധിച്ച ഒരു സർക്കുലർ കോട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കട്ടൗട്ടുകൾ, വലിയ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചത് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ്. അവർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണ ബോർഡ് ഇതാണ്. അതിൽ പിണറായി വിജയൻ്റെ ചിത്രം, വയനാടിനോട് വാക്ക് പാലിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, വോട്ട് ഫോർ LDF. ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അനുമതി വാങ്ങി സ്ഥാപിച്ചതാണ്. ഇതിലെന്താണ് പെരുമാറ്റച്ചട്ടം? ഇത് BJP സ്ഥാപിച്ച ഒരു പ്രചരണ ബോർഡാണ്. ഇതും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. മാറാത്തത് മാറും. ഇനി കേരളം വളരും. BJP NDA. ഇതിൽ മോഡിയുടെ ചിത്രം, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ചിത്രം. ഇത് മാറ്റാൻ നിർദ്ദേശമില്ല. മോഡിയുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ചിത്രത്തോടുകൂടി BJP പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് മാറ്റാൻ നിർദ്ദേശമില്ല. ഇടതുപക്ഷത്തിൻ്റെ ബോർഡ് മാറ്റാൻ നിർദ്ദേശം. ഇത് UDFൻ്റെ ബോർഡാണ്. കേരളം ജയിക്കും, UDF നയിക്കും. ഇതും ഹോർഡിങ്സാണ്. ഇത് മാറ്റാൻ ഉത്തരവില്ല. പക്ഷപാതപരമായ ഒന്നാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചില നിരീക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേകതകളോ കണ്ണൂർ ജില്ലയുടെ സവിശേഷതകളോ മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടവും പെരുമാറ്റച്ചട്ടവും എല്ലാം പാലിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നിയമപരമായി ആവശ്യപ്പെട്ടാൽ. ഈ സർക്കുലറിൽ GOMS 6/2016 എന്ന് എഴുതിയാൽ സാധാരണഗതിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് എന്നാണ് തൊട്ടടുത്ത് എഴുതേണ്ടത്. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ? ഏതായാലും GOMS എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ സർക്കുലറല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ 2016 ഒരു ഉത്തരവാണ്.
അത് പരിശോധിച്ചപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് ഇറക്കിയ ഉത്തരവാണ്. ഈ സർക്കുലർ എന്നത് കേരളത്തിൽ ഹോർഡിങ്സ് സ്ഥാപിക്കുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വേണം എന്നതാണ് ഇതിലടങ്ങിയ സത്ത. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടമാവുക? ഈ സർക്കുലർ ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ സർക്കുലർ ഏത് വകുപ്പിൻ്റെതാണ് എന്ന് പരാമർശിക്കാത്തത്? മാത്രമല്ല, മോഡിയുടെ ചിത്രസഹിതമുള്ള ബോർഡ് മാറ്റാൻ നിർദ്ദേശം കൊടുക്കാതെ പിണറായി വിജയൻ്റെ ചിത്രമുള്ള ബോർഡ് മാറ്റാൻ വേണ്ടി പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലേക്ക്, കണ്ണൂരിലേക്ക് നിയോഗിച്ച നിരീക്ഷകരിൽ ചിലർ രാഷ്ട്രീയ നിരീക്ഷകരാണ്, തെരഞ്ഞെടുപ്പ് നിരീക്ഷകരല്ല. അവർ ആ തെറ്റ് തിരുത്തണം. പെരുമാറ്റച്ചട്ടം ഞങ്ങൾ പൂർണ്ണമായി അനുസരിക്കും. പൊതുസ്ഥലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞങ്ങളോട് പറഞ്ഞാൽ മാറ്റും. അല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലോ സ്ഥലത്തോ അനുമതി വാങ്ങി ബോർഡുകൾ വെച്ചാൽ അത് മാറ്റാൻ പെരുമാറ്റച്ചട്ടം അനുവദിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരാണ് ഇവിടെ വന്നിട്ടുള്ളത്, രാഷ്ട്രീയ നിരീക്ഷകരല്ല. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെയും സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും തെരഞ്ഞെടുപ്പ് സമയത്തുള്ള മാർഗരേഖയെയുമാണ് അവലംബിക്കേണ്ടത്. അല്ലാതെ 2016 സർക്കാരിൻ്റെ ഉത്തരവല്ല. അതാവട്ടെ ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇത്തരം തെറ്റായ ഇടപെടലിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ പിന്തിരിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.